ട്രംപ് പാകിസ്ഥാനെ പുകഴ്ത്തുന്നു, പാകിസ്ഥാൻ ട്രംപിനെ പുകഴ്ത്തുന്നു. മാത്രമല്ല, ഈ അമേരിക്കൻ പ്രസിഡന്റ് ലോകം അടക്കി ഭരിക്കുന്നു എന്ന് അവകാശപ്പെട്ടു നടക്കുന്ന, ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ നടക്കുന്ന, യുദ്ധം ഉണ്ടാക്കി വെക്കും എന്നിട്ട് അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം. ഏതായാലും അങ്ങനെയുള്ള ട്രംപ് ഒരു എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കത്തില്ലേ അങ്ങനെ ഒരാൾ. അപ്പോൾ അമേരിക്കയിൽ അവർ പണമൊന്നും കൊടുക്കുന്നില്ല, കോൺഗ്രസ് പണമൊന്നും അനുവദിക്കാത്തതുകൊണ്ട് അവിടുത്തെ ഭരണം തന്നെ സ്തംഭനത്തിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ, അവിടുത്തെ ഉദ്യോഗസ്ഥരെ എല്ലാം യഥാർത്ഥത്തിൽ അവരെ ലീവ് എടുത്തോളാൻ പറഞ്ഞ് അവർ വീട്ടിൽ ഇരിക്കുകയാണ്. ഇനി അവരെയൊക്കെ പിരിച്ചു വിട്ടുകളയും എന്നൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ പടേ അവർ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഇവിടെ ഈജിപ്തിൽ വെച്ചുള്ള സമാധാന കരാർ, അതായത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള സമാധാന കരാർ ഉടമ്പടി, അത് ഒപ്പിടുന്നതിലേക്കായിട്ട് ട്രംപും അത് ഇതൊക്കെ ഉറുദുവാകാനും ഒക്കെ ഈജിപ്തിൻ്റെ ഭരണ തലവനുമൊക്കെ അവരെല്ലാം കൂടെ കൂടിയേക്കാണ്. അപ്പോൾ അവിടെ വെച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ആൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് നോക്കിയപ്പം ട്രംപിൻ്റെ സങ്കടം എന്ന് പറയുന്നത് എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇവിടെ ഇല്ല, വന്നിട്ടില്ല. അസീം മുനീർ നമുക്ക് കേട്ടതൊന്നും ഈയുടെ അളിയനാണ് അസീം മുനീർ കേട്ടോ. അത് കാരണം അത്രയും പ്രിയപ്പെട്ടവനായത് എന്താണെന്നറിയോ? അവിടെ പോയി ആദ്യമേ പോയി അസീം മുനീറിനെ വിളിച്ചു വരുത്തി ചാപ്പാടുമൊക്കെ കൊടുത്തു. അവിടെ ഇരുന്ന് ഇതെല്ലാം ചാപ്പാടുമൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷം അസീം മുനീർ പറഞ്ഞു, ഈ നോബൽ സമ്മാനത്തിന് ഏറ്റവും അർഹനെന്ന് പറയുന്നത് ട്രംപാണ്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യും. പാകിസ്ഥാൻ റെക്കമെൻഡ് ചെയ്താൽ കൊടുക്കാനിരിക്കില്ല ഈ നോബൽ സമ്മാനം. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരത വളർത്തുന്ന ഒരു രാജ്യം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നോബൽ സമ്മാനം എടുത്ത് കൊടുക്കാനിരിക്കുകയാണ്. ആ സംഘടന എന്ന് പറയുന്നത് നോബൽ സമ്മാനം എന്നൊക്കെ പറയുന്നത് അന്തസ്സുള്ളവർക്കും ഒക്കെ കൊടുക്കാനുള്ള ഒരു സമ്മാനമാണ്. ഇപ്പം പറഞ്ഞ് ഞാൻ ഇത് കിട്ടാതിരുന്നപ്പം ട്രംപ് പറഞ്ഞു, ഇതൊന്നും ആഗ്രഹിച്ചൊന്നുമല്ല, ഞാൻ നോബൽ സമ്മാനത്തിനൊന്നും അല്ല. പക്ഷെ പല പ്രാവശ്യം പുള്ളി പറഞ്ഞു കേട്ടോ, പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞു. അതായത് അത് കിട്ടാൻ ഏറ്റവും അർഹതയുള്ള എനിക്കാണെന്ന് പറഞ്ഞു. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ പൊട്ടനെ മനസ്സിലായി, പക്ഷെ മറ്റു പൊട്ടന്മാർക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഇത് അവസാനം ഇപ്പോൾ എന്താ, എൻ്റെ പ്രിയപ്പെട്ട അസീം മുനീർ, അതായത് ഫീൽഡ് മാർഷൽ വന്നിട്ടില്ല. സങ്കടമായിപ്പോയി അയാൾ വരാത്തത് കേട്ടോ. അയാളെ അവിടെ കയറ്റത്തില്ല. കാരണം അയാൾ ഈ ചർച്ചയുള്ള ആളല്ല. ഭരണത്തലവന്മാർക്ക് മാത്രമേ കയറാൻ ഒക്കൂ, ഒരു പട്ടാള മേധാവിക്ക് കയറാൻ ഒക്കത്തില്ല. അതിൻ്റെ പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആളാണ് ഈ ഇരുന്ന് വിളമ്പുന്ന ട്രംപ്. ഒന്ന് ചിന്തിച്ചാൽ മതി, എന്ത് വിളിച്ചു പറയാമല്ലോ. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഭരണത്തലവന്മാർ അല്ലെങ്കിൽ മന്ത്രിമാർ അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള ഒരു സ്ഥലത്ത് പട്ടാള മേധാവിയെ കണ്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. അസീം മുനീർ അവിടെ ഇല്ലായിരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട അസീം മുനീർ. എന്നിട്ട് പറഞ്ഞു, അപ്പം എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ടാണ്, പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഷഹബാസ് ഷെരീഫിനെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. എല്ലാം പുള്ളി തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അങ്ങോട്ട് ചെന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഈ ട്രംപ് എന്ന് പറയുന്ന ആളിനെ പോലുള്ള ഒരു സാധനം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സമാധാനത്തിൻ്റെ അപ്പോസ്തലൻ, ഏറ്റവും വലിയ ആളാണ്, സമാധാനത്തിൻ്റെ മാടരിപ്രാവാണ് കേട്ടോ. ഇതാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് ദശലക്ഷങ്ങൾ യുദ്ധത്തിൽ മരിക്കത്തില്ലെന്ന് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടും അടുത്ത വർഷത്തെ നോവൽ, അപ്പം ഈ വർഷത്തെ കഴിഞ്ഞു, ഇനി നടന്നില്ല. ഇനി 2026 നോബൽ സമ്മാനം, അതിൻ്റെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനാണ്. അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അത് പാകിസ്ഥാൻ അങ്ങ് റെക്കമെൻഡ് ചെയ്താൽ മതി, എല്ലാം നടക്കും. അതേപോലെ വേറെ ഒരുത്തൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നെതന്യാഹു. കാരണം ഇത്രയും ആയിരങ്ങൾ, 65,000 ആളുകളെ കൊന്നൊടുക്കി, കുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കി ഒരുത്തൻ പറയും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും സമാധാനത്തിന്. പിന്നെ അവനങ്ങ് റെക്കമെൻഡ് ചെയ്താൽ വെച്ചാൽ അപ്പോഴും കൊടുക്കും അവർ. ഇതിന് ഉള്ളതൊന്നും അല്ല ഈ നോബൽ സമ്മാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറയുന്നത് എന്തെന്നറിയാം, അതിനെ ട്രംപിൻ്റെ പറയുന്നത്, ഞാനിതിനു വേണ്ടി പറഞ്ഞൊന്നുമില്ല, എനിക്ക് കിട്ടാത്ത നിരാശയൊന്നുമില്ല, പക്ഷെ അവന് ഗുണം പിടിക്കത്തില്ല ഈ തരാത്തവന് എന്നുള്ള ഒരു സ്റ്റൈലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് കുറുക്കം പറഞ്ഞില്ലേ, അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാടി നോക്കി, ഒരുപാട് ചാടി, പിടുത്തം കിട്ടിയില്ല, സംഭവം കൈ കിട്ടിയില്ല.
അപ്പോൾ ഇത് വലിയ ഗുണമൊന്നുമുള്ള കാര്യമല്ല, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ യോഗ്യൻ ഞാനായിരുന്നു ഇത് കിട്ടാൻ. പക്ഷെ ആ യോഗ്യത അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലായുള്ളൂ, മറ്റാളുകൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ട് ആ കാര്യത്തിൽ. പിന്നെ അത് പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് എന്താണെന്നറിയോ, ഇനിയും ഇയാൾ ഇന്ത്യയെ ചതിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, മൈ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. ഈ മൈ ഫ്രണ്ട് ഉണ്ടല്ലോ, നമുക്ക് തന്നാൽ അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് ഓർമ്മ വേണം. ഇയാളെ വിശ്വസിച്ച് ഇനിയും ഇയാൾക്ക് വേണ്ടി പറയാനിറങ്ങിയാൽ ഇയാൾ ചതിക്കും. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇയാൾ പറഞ്ഞ ഇൻ്റർവ്യൂ കൊടുത്തത് എന്താണെന്നറിയോ, അയാൾ ഈജിപ്തിലോട്ട് പോകുമ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തത് യുദ്ധം നിർത്തിയ എങ്ങനെയാണ്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും യുദ്ധം നിർത്തിയത് 100 മുതൽ 200% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു, അധിക പിഴ ഇടുമെന്ന്. ഇയാൾ ആരാ ഇന്ത്യക്ക് പിഴ ഇടാൻ? അത് ആദ്യം മനസ്സിലാക്കണ്ടേ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വന്ന് ചെയ്യുന്ന സാധനങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കണ്ടേ ഇവിടെ? അതാരും ഇവരാരും ചെയ്യുന്നില്ലല്ലോ. ഇയാളെ ഭയം ഇപ്പോഴും മുട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതല്ല ചെയ്യേണ്ടത്. അയാൾ എങ്ങനെ പെരുമാറുന്നു അതേ നാണയത്തിൽ ഇത് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്കെന്തോ, നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ ഇയാൾ ആരാണ്? വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അതിനെ നമ്മൾ പെർമിറ്റ് ചെയ്യുമോ? പിന്നെയാണോ അമേരിക്ക? പണ്ട് ഇന്ദിരാഗാന്ധി ഒന്ന് ഓർക്കണം. ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞല്ലോ, യുദ്ധം അവസാനിപ്പിക്കാൻ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കപ്പൽപ്പട അങ്ങോട്ട് നീങ്ങുമെന്ന് പറഞ്ഞു. പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അവർ തിരിച്ചിറങ്ങി വന്ന്. നീയൊക്കെ ആയിരിക്കണം തൻ്റെ ഇടം. അല്ലാതെ എൻ്റെ ഫ്രണ്ടെന്നും പറഞ്ഞ് കിടന്ന് കെട്ടിപ്പിടിക്കുന്ന അല്ല തൻ്റെ ഇടം. ഈ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും ഇവിടുത്തെ വ്യാപാരങ്ങൾ മുഴുവൻ നശിക്കുകയാണ്. ഇവിടുത്തെ മത്സ്യവ്യാപാരികളൊക്കെ ഉണ്ടല്ലോ, കയറ്റുമതി, അവർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നതും ഈ വ്യാപാരത്തിന് ഒരുങ്ങുന്നതും റഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്കാണ്. കാരണം വേറെ മാർഗമില്ല. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു സുഹൃത്ത്, അവർ ഇപ്പോൾ പോകാൻ പോകുന്നത് റഷ്യയിലേക്കാണ്. അതിൻ്റെ കാരണം അവിടെ പർച്ചേസിങ് പവർ അവർക്കുണ്ട്, അവർ വാങ്ങിക്കോളും. ഇവർക്ക് അങ്ങോട്ട് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പം കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്ക് കൊടുക്കും. അവിടുത്തെ സാധനങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുമോ? ഇല്ല. അങ്ങനെ വരുന്നുണ്ടേ മത്സ്യ കയറ്റുമതിക്കാരൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ ദുരിതത്തിലാണ്, ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അത് ഓർക്കണം. എന്താണ് അതിൻ്റെ കാരണം? ഇയാളെ ഒറ്റ ഒരുത്തനാണ് ഇതിൻ്റെ കാരണം. അതിൻ്റെ കാര്യം ചോദിച്ചാലോ, ഇല്ല ആട് വെള്ളം കലക്കിയെന്ന് പറഞ്ഞ് ആക്രമിച്ചില്ലേ ആടിന്, ചെന്നായി, അതുപോലെ ഉള്ളൂ. അതായത് ഈ റഷ്യ യുക്രൈനെ ആയിട്ടുള്ള യുദ്ധം നിർത്താത്തത് ഇന്ത്യ കാരണമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക്, എന്നിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുന്നെന്ന്. അതാണ് അയാളുടെ നഷ്ടം. അയാളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് അത് സംസ്കരിച്ച് വലിയ വിലയ്ക്ക് ഇന്ത്യ വിൽക്കുന്നു. അയാൾക്ക് എന്താ വേണം അതിന്? അത് ഇന്ത്യയുടെ ഒരു ബിസിനസ്സാണ്. അതിനകത്ത് ഇടപെടാൻ ഇയാളാരാണ്? അപ്പോൾ ഇത് ചോദിക്കാൻ ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റും, ഇവിടെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഇതാ ചോദിക്കണ്ടേ, സൗകര്യപ്പെടത്തില്ല എന്ന് പറയണം. എനിക്ക് സൗകര്യമില്ല പറയാൻ എന്ന് വേണം പറയാൻ. അതുപോലെ ഇത് മറ്റേത് നടത്തണം, നിങ്ങൾ മറ്റേത് വാങ്ങിക്കരുത്, അവിടെ വാങ്ങിക്കരുത്, അവരുമായിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഇയാൾ പോവേ, ഇയാളെ ജോലി നോക്ക്, തീർന്ന് എത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകാൻ ധൈര്യമായിട്ട് നിൽക്കണം. അതാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ഉടനെ ഇവനൊക്കെ ചൊറിച്ചിലാണ്. ഇന്ത്യ ഒരു ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് വലിയ സങ്കടം. ഇന്ത്യ ശക്തിയാവുമെന്ന് ആവട്ടെ, ഇന്ത്യ ശക്തിയാവണമല്ലോ. ഇന്ത്യ ഒരുപാട് റിസോഴ്സസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ, അതിന് ശക്തിയാവണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ, ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു, അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നോക്കിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും വളരെ സൗഹൃദത്തിൽ മുമ്പോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പുച്ഛച്ചിരി ആർക്കാണെന്നറിയോ? ഷഹബാസ് ഷെരീഫിന്. അവൻ അവിടെ ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു തവണയും കൂടെ ഇവിടെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണത്തില്ല. എന്നാൽ ആദ്യം തിരിച്ചറിയണം, എന്നിട്ട് ചിരിക്കണം. അതാ വേണ്ടത്. അത് ട്രംപും മനസ്സിലാക്കണം. ഈ ട്രംപ് പറഞ്ഞുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതെന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. ശരിയാ, കാല് പിടിച്ച് കരഞ്ഞ് ഇവിടെ കിടന്ന് എങ്ങനെയെങ്കിലും കയ്യും കാലും വിട്ട് അടിച്ച് ആ രാജ്യം ഒന്ന് കിട്ടാൻ വേണ്ടി തീർന്നു. അത്രയേ ഉള്ളൂ. അതാണ് നടന്നത്. അവസാനം ഇറാൻ എന്ന് ചെയ്ത് കണ്ടില്ല, ഇറാൻ്റെ കാല് പിടിച്ച് ആണല്ലോ അവസാനം നിർത്തിയത്. ഇറാൻ ആ രാജ്യത്തിനോട് അവരെ കയറി ചൊറിയാൻ പോയി.
അനങ്ങിയില്ല അവർ റെഡിയാക്കി കൊടുത്തു. ഒരുപാട് മനസ്സിലാക്കിയേക്കുന്നത് ഇറാഖിലും ഒക്കെ തന്നെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആണവ നിലയത്തിൻ്റെ ബങ്കറിനുള്ളിലും ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാർ, അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ. ഇതാണ് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ശരി, ഈ ട്രംപിനെ നമ്പരുത്. നമ്പിയാൽ